മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു മാങ്ങയുടെ ഇതുപോലെ വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലൊരു പീസ് മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിനധികം പുളിയില്ല കേട്ടോ, ഒരുപാട് പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങയാണ്. പിന്നെ ഇതിന് ചേരുന്ന ഒരു ക്യാരറ്റ്, അത് ഞാൻ രണ്ടാക്കി മുറിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ചെറിയൊരു സവോള, 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കേണ്ടത്. ഇതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണേ, അല്ലെ ഒരുപാട് വീതിയായി പോവേ. ഇത് നല്ല നീളത്തിൽ അരിഞ്ഞരിഞ്ഞെടുക്കുന്നതാണ്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണേ. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ കനം കുറഞ്ഞ്, ഒട്ടും കനവില്ലേ, ഇത് ഈ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു മാങ്ങ എടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ 2 ക്യാരറ്റ് എടുക്കാം. ഇതിപ്പം ഞാൻ കുറച്ചല്ലേ എടുത്തുള്ളൂ, അതുകൊണ്ടാണ് ഒരു ക്യാരറ്റ് എടുക്കുന്നത്. ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കനം കുറച്ച്. എന്നിട്ട് നമുക്കിതുപോലെ മാങ്ങ അരിഞ്ഞ പോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കണം. ഇതുണ്ടോ, ഇതുപോലെ. അപ്പോൾ ആ മാങ്ങയും ഇതുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകും. നമുക്ക് അരിഞ്ഞൊക്കെ ഇടുന്നതാണേലും ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരുന്നാലേ കാണാനൊരു ഭംഗിയുണ്ടല്ലോ. ചിലർ നല്ല ഭംഗിയിൽ, നല്ല ഭയങ്കര സ്പീഡിലൊക്കെ അരിയുന്നത് കാണാവേ. നല്ലൊരു കളർ കോമ്പിനേഷനും ഒക്കെയാണ്. ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നത് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ. ഈ ക്യാരറ്റ് നമുക്ക് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാവേ. ഞാൻ അരിഞ്ഞിട്ട് കാണിക്കാം. ക്യാരറ്റും മാങ്ങയും കൂടെ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കനം കുറച്ച് നീളത്തിൽ. ഇങ്ങനെ വേണം ഈ സാലഡിന് അരിയാനേ. ഇനി നമുക്ക് ആ സവോളയും കൂടെ അതുപോലെ അരിഞ്ഞെടുക്കുന്നു. സവോള ഇതുപോലെ നീളത്തിൽ അങ്ങ് അരിഞ്ഞാൽ മതി. നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കും. അപ്പോഴത്തേന് ഈ സവോളയൊക്കെ ഇതുപോലെ ആയിക്കോളുവേ. അപ്പം അരിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു നേരം നമ്മൾ സാലഡും കൂടെ കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഈ ബാക്കിയുള്ള ഫുഡൊക്കെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് സാലഡ് മാത്രമായിട്ട് കഴിക്കണേ. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇപ്പം തന്നെ കണ്ടോ, അതിൻ്റെ കളറ് ഒരു ലൈറ്റ് യെല്ലോ, ഓറഞ്ച്, പിന്നെ ഇതൊരു ഓണിയൻ്റെ ഈ കളർ. ഇത് രണ്ടും കൂടെ ആകുമ്പോഴേ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സാലഡാണ് ഇത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിലും കഴിക്കാനൊക്കെ ഇഷ്ടമാവും. ഇനിയിപ്പോൾ 2 പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളകാണേ. ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടണേ. അപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ആ മാങ്ങയുടെ പുളി, ക്യാരറ്റിൻ്റെ ചെറിയ മധുരം, പിന്നെ ഉപ്പ്, ഈ എരിവ് എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അടിപൊളി ടേസ്റ്റായത് കേട്ടോ. ഇനി നമുക്ക് അരിയേണ്ടത് ഈ കറി ലീവ്സ് ഇല്ലേ, അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞങ്ങിട്ടേക്കണേ. പണ്ടൊക്കെയാണ് ഈ കറി ലീവ്സ് ഒട്ടും കഴിക്കരുത് എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും കറി ലീവ്സ് ഒക്കെ കഴിക്കും. കാരണം അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അരിയാനുള്ളതെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് ഇനി മിക്സിങ് ആണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങ ഉണ്ടല്ലോ, നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ അരി കളയണേ. അരി കളഞ്ഞിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം. കൈ നന്നായിട്ട് വാഷ് ചെയ്തേക്കണേ. കാര്യങ്ങൾ നമ്മളിത് കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്, സ്പൂണിട്ട് എടുക്കാതെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഈ സാലഡ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണേ. പിന്നെ വേണ്ടത് ഒരു സ്വല്പം മുളക് പൊടി, ഒരു
1/4 ടീസ്പൂൺ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണേ. 1/4 ടീസ്പൂൺ എടുക്കാവുള്ളേ, ഒരുപാടാകരുത്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഹണി. ഹണി ഇഷ്ടമാണെങ്കിൽ ഒരു സ്വല്പം കൂടെ ആഡ് ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ടുണ്ടല്ലോ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുമ്പം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഊഹിക്കാൻ പറ്റുവേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാരറ്റിൻ്റെ ചെറിയൊരു മധുരം, മാങ്ങയുടെ ചെറിയൊരു പുളി. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. ആ ഒരു നീണ്ട ഒരു ടൈപ്പ് മാങ്ങയുണ്ടല്ലോ, അതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുളി, പിന്നെ എരിവ്, പിന്നെ ഈ ഹണിയുടെ ഈ മധുരം, ലെമൺ ജ്യൂസ് എല്ലാം കൂടെ ആകുമ്പോൾ, ഉപ്പ് എല്ലാം കൂടെ ആകുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റായത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഉപ്പൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കിക്കണം, വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴാണേലും ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം ഒടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കളർഫുൾ ആണല്ലോ, കണ്ടോ, എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ആ ഒരു കളർ കണ്ടോ, നല്ല രസമാണ്. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനുണ്ടല്ലോ ഒരു മടിയും കാണിക്കത്തില്ല കേട്ടോ. അവർക്ക് എപ്പോഴും ഒരു കളർഫുൾ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള സാലഡും, അത് ഫുഡാണേലും കൊള്ളാം, ഇതുപോലത്തെ സാലഡ് ആണേലും കൊള്ളാം, എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഹണി വേണേൽ ഒരു സ്വല്പം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ വരെ വേണേലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഉപ്പ്, ഈ ഹണിയുടെ അളവ് ഒക്കെ എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് കൂടുകയും ചെയ്യരുത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.